ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യസാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യസാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി ദേവസുതനെ തേടി ഈശ്വരരാഗത്തിന് സ്നേഹപരമായ പേരോടെ നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി വാഴുന്നേ
ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ ക്രോരിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. സഹോദരൻ, പ്രിയമുള്ള മാതാക്കളെ, പിതാക്കളെ, സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷമുണ്ട്. ഇവർ രണ്ടുപേരുമാണ് അടുപ്പമുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഇന്ന് രാവിലെ ഇപ്പോൾ വന്നപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ ഞാൻ നടക്കുന്നു പോയി തിരിച്ചു വന്നു. മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം
മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം യേശു സർവേശ്വര ദേവാശ്രയം നീ യേശു സർവേശ്വര ദേവാശ്രയം നീ തിരുമുഖവും തിരുപദവും തിരുപ്രഭയും തൊഴുന്നു ഞാൻ ആശ്രിത വത്സലനേ മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം തിരുനാമ മഹത്വത്തിൻ ജയഗീതം പാടും ഞാൻ തിരുനാമ മഹത്വത്തിൻ ജയഗീതം പാടും ഞാൻ അരികിൽ അണഞ്ഞിടും ജഗദീശ്വര ഗാഗ 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 ഗരി സനി രീ സനി പനി സാ നിസനി പനി പ ഗപ ഗ സരി സാരി ഗരി ഗപനി രി ഗപ ഗപനി സാ ഗപനി പനി സരി ഗരി സനി സാ സനി സനി പഗരി നി പനി പഗരി ഗ പഗ പഗരി സനി സാ മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം യേശു സർവേശ്വര ദേവാശ്രയം നീ യേശു സർവേശ്വര ദേവാശ്രയം നീ തിരുമുഖവും തിരുപദവും തിരുപ്രഭയും തൊഴുന്നു ഞാൻ ആശ്രിത വത്സലനേ മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടാണ് ക്രിസ്മസിന്റെ സീനിയർ സിറ്റിസൺ അതുമായിട്ട് ആ ഒരു ചിത്രീകരണത്തിന് ഞാൻ മുദ്രിക്കുകയാണ്. ഗർഭിണിയായ മറിയാം ചേച്ചിയെ ബാലനായ ഈശോയെ കാണാതെ പോയ സംഭവം നമുക്കറിയാമല്ലോ. അത് ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നത്. എന്തായിരിക്കും? എല്ലാവർക്കും നമസ്കാരം. വെളിപ്പെടുത്താനിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
കുട്ടിയെ കാണാതെ പോയത് എന്നാണ് അറിയുന്നത്. ദൃക്സാക്ഷി അനുസരിച്ച് തമിഴ്നാട്ടിൽ രജിസ്ട്രേഷനുള്ള ഒരു നീല കാറിൽ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും പോകുന്നതായി കണ്ടു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എല്ലാത്തിലേക്കും പാഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ സംഭവം കേട്ട് ഞെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ആളുകളും. നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാവിന്റെ ശബ്ദം ഇപ്പോൾ ശ്രമിക്കാം. ഇത് കേരള രാജ്യത്തിന് വളരെ അഭിമാനകരമായിട്ട് ഉള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഭരണത്തിന്റെ പരാജയമാണ് ഇതെന്ന് പറയാനായിട്ട് നിർത്തിയില്ല. നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും അപ്പനോടും അമ്മയോടും കൂടി ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭരണത്തിന്റെ വളർച്ചയാണ്. ഈ സംഭവത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം. അതാണ് ഞങ്ങളുടെ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. യൂത്ത് അവിടെ മുഖ്യമന്ത്രിയുടെ പോരാട്ടത്തിനുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആശ്വാസമാണ്. അതായത് ജാഥ നമ്മൾ കാണുന്നു. രാജിവെക്കൂ, രാജിവെക്കൂ, മുഖ്യമന്ത്രി രാജിവെക്കൂ, 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 മുഖ്യമന്ത്രി രാജിവെക്കൂ. എല്ലാവർക്കും ആശ്വാസപൂർവമായ ഒരു വിവരം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ പള്ളിയില്, തത്തപ്പള്ളി പള്ളിയില് അച്ഛന്മാരുടെ അടുത്ത് തന്നെ ഈ കുട്ടി ഇപ്പോൾ ഉണ്ട് എന്നതാണ് ഒരു കിട്ടുന്ന വാർത്ത. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പള്ളിയിലെ ജോലി പുരോഹിതൻ ഇപ്പോൾ ഇവിടെ ലൈനിലുണ്ട്. അച്ഛൻ പറയുന്നത് നമുക്ക് കേൾക്കാം. അതെങ്ങനെയാ ആ ചാനലിക്ക് നല്ല കൊച്ചിന് നോക്കാൻ അറിയാമെന്നില്ല ഇത്രയും സംഭവങ്ങളെല്ലാം ഉണ്ടായത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അമ്മമാർക്ക് എന്തിനാണ് നേരം? അവർക്കിങ്ങനെ പെരുന്നാൾ സ്ഥലത്ത് വന്നാൽ അത് കാട്ടിലുണ്ട് വളരെ കൊച്ചു കയ്യിൽ വിട്ടു പോയതൊന്നും ഈ ചാറ്റി അറിയില്ല. ഇത് കേൾക്കാൻ നോക്കിയിരിക്കുക. പള്ളിയിൽ പിള്ളേരെ വിട്ട കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന വാർത്ത. ഈ വാർത്ത വന്നാൽ അടുത്ത ഞായറാഴ്ച നമ്മുടെ അമ്മമാർ സൺഡേ സ്കൂളിൽ പോലും പിള്ളേരെ കൊണ്ട് പറഞ്ഞയച്ചിട്ടില്ല. എന്തായാലും കാര്യത്തിന് തീരുമാനം ഉണ്ടായിരുന്നു. അടുത്തത് പാലായിലെ കല്യാണത്തിന് അമ്മമാതാവ് ചെയ്ത് കഴിയാം. എന്നാൽ ഇവിടെ മറിയാമ്മ മകനും കൂടി കല്യാണത്തിൽ പോവുകയാണ്. കൈപ്പറത്തെ കല്യാണത്തിന് മോനെ വാടാ. ചേട്ടാ എത്ര ആളുകളാണ് ആ വീട്ടിൽ കല്യാണത്തിന്? 1000 പേരെ ക്ഷണിച്ചതാ. കേട്ടറി എന്തായാലും പൊടി പൊടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആളുകളാണ്. അത് പോയി കള്ളപ്പണമൊക്കെ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടാ ഇപ്പൊ കല്യാണം നടത്തുന്നോ പറയുന്നത്. എന്തായാലും നമ്മളെ വിളിച്ചതല്ലേ. അതല്ലേ മോന് 30 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സായി പോലില്ല. നീയോ ഇതുവരെ ഒരു കല്യാണം പോലും കഴിക്കാതെ അത് നടന്നല്ലേ? നമുക്ക് പോയി കല്യാണം കഴിച്ചു വരാം. ഇടാതുണ്ടാവുന്നതാ അവരുടെ ഒരു 10 ക്ലാസ് കണ്ടില്ലേ? ഇടാ എന്തോ ഒരു പന്തികളുണ്ടല്ലോ. ആ തോമാച്ചേട്ടന്റെ മുഖത്തെ ഒരു സന്തോഷം കാണുമല്ലോ. എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ വെപ്പാടാതെ അവരാരും കണ്ടില്ലേ? ആ കൊണ്ടുപോകുന്ന എന്തിനും തോന്നുക എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അതെ അമ്മ അവർക്ക് ഭക്ഷണം തീർന്നുപോയി. ഭക്ഷണം തീർന്നുപോയെന്ന് ആണ് പറയുന്നത്. ആളുകൾ ഇനി ഒത്തിരി പേര് വരുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം. എന്നോട് ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ പോയി ഭക്ഷണം ഉണ്ടാക്കാൻ അവിടെ നിന്ന് ഞാനിവിടെ പോവാം. എടാ നീ എവിടെ പോവുക? നീ ഭക്ഷണം ഉണ്ടാക്കാനാണ് ഇവിടെ വന്നത്. നമ്മളെ കല്യാണം വീട്ടിൽ
ഇനി ഒരു കാര്യം കൂടി അവസാനം കാലനിയില് ഈ മാതാവിനെ നമുക്കറിയാം. മാതാവിന്റെ ശബ്ദവും ക്ഷമയും ഹൃദയത്തിൽ പാടുന്ന സംഭവമെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് മാതാവ് കാഴ്ചവെച്ച ആ വലിയ ത്യാഗത്തെ നമ്മൾ അനുസ്മരിക്കുന്നു. എന്നാൽ ഇന്ന് മകനെ ഒരു സ്വന്തം മകൻ ഇതുപോലെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഉള്ളൊരു പെരുമാറ്റ രീതി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അയ്യോ എന്റെ കർത്താവേ, ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ അന്നേ അവരോട് പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും പോകണ്ട. അവന് വീട്ടിൽ കയറാൻ നേരമില്ല. ഇങ്ങനെ പൊതുപ്രവർത്തനത്തിൽ നടക്കുക. എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന കാശ് മുഴുവൻ കൊടുത്തു നാട്ടുകാരുടെ ഭക്ഷണം കൊടുക്കുന്നു. പിന്നെ എന്തൊക്കെയാണോ അവരുടെ കൂട്ടുകാരുടെ അമ്മായികളുണ്ടല്ലോ, അവരെ സുഖപ്പെടുത്താനായിട്ട് അവർക്ക് മരുന്ന് കഴിക്കാനായിട്ട് ആശുപത്രിയിൽ പോകുന്നു. എന്തെല്ലാം വേദനകളാ ചെയ്യുന്നു. ഞാൻ അന്നും പറഞ്ഞ സ്വന്തം കാര്യം നോക്കിയിരിക്കും. ഇപ്പൊ കണ്ടോ, ഞാൻ എന്റെ കൊച്ചിനോട് പറഞ്ഞതാ, ആ വേണ്ടാത്ത കുട്ടികളിൽ ഒന്നും പോകട്ടെ, ഞാൻ അറിയില്ലേ അങ്ങനെ നടന്നു പറയാം. അവർക്കാണെങ്കിൽ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു, അതുപോലുള്ള ആളുകൾ സഹായം ചെയ്തു കൊടുക്കുന്നു. ഞാൻ പലപ്പോഴും എന്റെ കൊച്ചിനോട് പറഞ്ഞതാ, ഈ അച്ഛന്മാരോട് കളിക്കുന്നേ കളിച്ച പണി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടോ എന്നിട്ട് ദൈവമേ, ഇപ്പൊ ആരുണ്ട്? എനിക്ക് പോകാൻ പോലും ഒരു സ്ഥലമില്ല. എടാ മോനെ, നീ എന്നോട് പറഞ്ഞതല്ലേ നീ എങ്ങോട്ട് പോയി? നിന്റെ കൂട്ടുകാരന്റെ വീട്ടില് അവന്റെ വീട്ടിൽ പോയി താമസിച്ചോളാം. ഞാനിവിടെ താമസിച്ചപ്പോ അവിടുത്തെ അവരുടെ വരുമ്പോഴെല്ലാം പറഞ്ഞില്ലാമോ? ഇടിവെട്ട് പോലെ ഇവിടെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ അമ്മയെ നോക്കാൻ ഇതൊക്കെ ഞാൻ ഇനി കേട്ടിട്ടാ ഞാനിവിടെ പോകും. അപ്പോ നമ്മുടെ പള്ളിയിലെ ജോസഫ് പുരോഹിതൻ മറിയാമ്മച്ചേട്ടിയെ ആശംസിക്കാൻ വന്നു. മറിയാമ്മച്ചേട്ടിയെ പോലുള്ള അമ്മമാര് കണ്ണീരും പ്രാർത്ഥനയും പരിശ്രമവും, ഈ പ്രായമുള്ളവരുടെ കണ്ണീരും പ്രാർത്ഥനയും പരിശ്രമവും ഒക്കെയാണ് നമ്മുടെ ഈ ദേവാലയത്തെ ഒരു ദേവാലയമാക്കിയത്. അതുകൊണ്ട് മറിയാമ്മച്ചേട്ടിയെ പോലെ പ്രായമായവർക്ക് വേണ്ടി നമ്മുടെ ദേവാലയത്തിൽ അവർക്ക് ഒന്നിച്ചിരിക്കുവാനും അവർക്ക് സന്തോഷിക്കാനും ഒക്കെ ഒരു സാഹചര്യം നമ്മുടെ ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കി തരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് അത്യാവശ്യം പരിചരണം നമ്മുടെ ഈ നാട്ടിൽ ദൂരെ പോകാതെ നമ്മുടെ ഇവിടെ തന്നെ അത്യാവശ്യ പരിചരണങ്ങൾ കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഞാൻ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് പറയാമത്തെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഓക്കെ,
കാലിക്കൂട്ടിൽ കൺതുറന്നു ലോകം കാത്തിരുന്ന ദിവ്യരക്ഷകൻ ഇമ്മാനുവേൽ നമ്മോടും ദൈവം കാത്തുവച്ച ലോകരക്ഷകൻ. ഗ്ലോറിയ ഗീതം പാടാം, നാഥനെയൊന്നായി വാഴ്ത്താം, ക്രിസ്മസ് ഗീതങ്ങൾ പാടാം. അതരത്തിൽ നിറയുന്നു ജനനത്തിൻ സംഗീതം, തിരുസുതനവരണയും സമയം. വിണ്ണിലും മണ്ണിലും താരമുദിച്ചു, ഹല്ലേലൂയ പാടി ആഘോഷിക്കാം. മാനവർക്കു രക്ഷകനായി ഉണ്ണി പിറന്നു, സന്തോഷമായി ഇന്ന് ആരാധിക്കാം. ഹാപ്പി 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 ക്രിസ്മസ്, മേരി 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 ക്രിസ്മസ്. ഹാപ്പി 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 ക്രിസ്മസ്, മേരി 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 ക്രിസ്മസ്. Lord.
ബ്ലോക്കിലെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ കുറിച്ചുമുണ്ട്. നമ്മുടെ ബഹുമാനം നമ്മൾ ഓരോരുത്തരും റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് കടക്കുന്നതാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാണ്, വീട്ടുകാർക്കൊന്നും നമ്മളെ വേണ്ട, നമ്മളെ കൊണ്ട് ഒരു പ്രയോജനമില്ല, നമുക്ക് ഭൂമിയുടെ ഒരു ഭാരമായിട്ടിരിക്കുന്നു, മക്കൾക്ക് വേണ്ട, മക്കൾക്ക് അവരുടെ കഴിവ് പോയി, പിന്നെ ഈ പ്രായമായ നമ്മൾ എന്ത് ചെയ്യാനാണ് ചിന്തിച്ചിരിക്കാതെ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ വരും. പിന്നെ നമുക്കിവിടെ കടന്നു വന്നാൽ ഞങ്ങളാരും അറിഞ്ഞില്ല ബഹുമാനപ്പെട്ട ജെയിംസത്തിന് ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ലായിരുന്നു. അപ്പുറത്ത് വരുമെന്ന് പറഞ്ഞത് ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന് നല്ലൊരു സന്ദേശം, നമുക്ക് സമൂഹ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആരായി തീരാൻ പറ്റും എന്നാണ് നല്ലൊരു സന്ദേശം നൽകി നമ്മളെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട ജെയിംസത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ നമ്മുടെ പ്രിയങ്കരിയായ ടീച്ചർ, നമ്മുടെ കൗൺസിലർ ടീച്ചറെ, ഇതിൻ്റെ ആരംഭം മുതൽ ടീച്ചറിന് 60 വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ടീച്ചറിന് 60 ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾ 60ൻ്റെ കൂടെ ഞങ്ങൾ ടീച്ചറെ കൂട്ടിയിരിക്കുകയാണ്. ടീച്ചർ നമ്മുടെ കൂടെ വന്ന് നമ്മളോട് കൂടെ ആയിരുന്നു നല്ലൊരു സന്ദേശം നൽകി നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു ചെറിയ കഥ ആക്ച്വലിലൂടെ കാണിച്ചു തരുന്നത് ടീച്ചറിന് പ്രത്യേകം നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് നമ്മൾ പറയുന്നു. നിങ്ങളുടെ ഗാനം ആദരിച്ച ബെന്നി ചാവറ, ഡാൻസ് കളിച്ച ഡെയ്സി, ഇവർക്കൊക്കെ ഞാൻ പ്രത്യേകം നിങ്ങളുടെ നമുക്ക് നന്ദി പറയുന്നു. അതിനായിട്ട് ഇപ്പോഴും എപ്പോഴും വിശ്വസിച്ചാൽ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.